ഞാൻ ഇച്ചിരി ദൂരെയാ. അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിലാ. ആ, ഞാൻ വിളിക്കാവേ. അച്ഛന്റെ കൂടെ ഞങ്ങൾക്കും വരാവോ? ട്രീറ്റ്മെന്റിന്റെ രീതിയൊക്കെ ഒന്ന് കാണാനാ. സോറി മാഡം, അകത്തേക്ക് സ്റ്റാഫിന് മാത്രമേ എൻട്രി ഉള്ളൂ. ഓക്കെ, ചോദിച്ചൊന്നേ ഉള്ളൂ. അങ്ങോട്ടേക്കൊന്ന് പോയാലോ? ഇവിടെ മരുന്നുണ്ടാക്കുന്ന സെക്ഷനൊക്കെ ഒന്ന് കണ്ടേച്ചു വരാം. അച്ഛനെ കൊണ്ടുവരാൻ സമയം എടുക്കില്ലേ? വാ. പ്രഭേന്റെ. ആ, എന്നാ നീ അങ്ങോട്ട് വന്നേക്ക്. ഹലോ ആന്റി. സിദ്ധുവിന് എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. മരുന്നൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്, നന്നായി ഉറങ്ങുന്നുണ്ട്. ഇന്ന് ഡോക്ടർ വന്നിരുന്നോ? ഉവ്വ്. എന്താ പറഞ്ഞത്? ഡോക്ടർ നല്ല കോൺഫിഡൻസിലാ, നല്ല ചേഞ്ച് ഉണ്ടെന്നാ പറഞ്ഞത്. നീ ഇവിടെ റൂമിലാണോ? ആ, ഞാൻ റൂമിലുണ്ട് ആന്റി. രജനി ഇവിടെ കൊടുക്ക്. രജനീച്ചി പുറത്തേക്ക് പോയി. സാറിനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരിക. കുറച്ചു കഴിയും തിരിച്ചു വരാൻ. വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ശരി. നിന്റെ കൂടെയുള്ള യാത്ര എന്ത് രസാന്നോ? ആണോ? എന്നിട്ടാണോ ഇങ്ങനെ ഒരു ട്രിപ്പിന് വരാൻ മടി? ഒരു 6 മാസമെങ്കിലും ആയി കാണും ഞാനിത് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒത്തു വരണ്ടേ മോനെ ദിനേശ? അല്ല, അമ്മ തിരിച്ചു പോകാന്ന് പറഞ്ഞ നേരാണോ? ആ, അതെ. എന്തുപറ്റി? അച്ഛനെ തലവേദന ആയതുകൊണ്ട് പറഞ്ഞു വിടുന്നാണോ? ഓടാ, അവര് തമ്മിൽ ഭയങ്കര സെറ്റാ. ഓ, അച്ഛൻ അമ്മയില്ലെങ്കി ആകെ ഒരു റിലേ പോയതുപോലെ. ആഹാ. എന്തിനും അമ്മ പുറകെ വേണം. എവിടെങ്കിലും പോയാ ഒരു ദിവസം 5 തവണയെങ്കിലും അച്ഛൻ അമ്മയെ വിളിക്കും. പരസ്പരം അത്രയ്ക്ക് ഇഷ്ടം. നമുക്കും അങ്ങനെ തന്നെ ആവണം. ആവില്ലേ? പിന്നെ ഉവ്. പോയടുത്ത ലോകം. വിളിച്ച പോലും ഫോൺ എടുക്കില്ല. എന്റെ ഒരു ജോലിയുടെ സ്വഭാവം അതല്ലടാ. ഫോൺ പോലും കയ്യിലുണ്ടാവില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ, എനിക്കറിയാം. അമ്മ എന്നാ മടങ്ങുക? 2 ദിവസത്തിനുള്ളിൽ വരാനാ സാധ്യത. അമ്മയ്ക്ക് അവിടുത്തെ ക്ലൈമറ്റ് തീരെ പിടിക്കുന്നില്ലാന്ന്. എന്നും ഓരോ അസുഖങ്ങളാത്രേ. അമ്മ വന്നാ പിന്നെ വീണ്ടും ജയിലിലാവും. ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടത്തില്ല. അത് നേരാ. നമുക്കിന്ന് അവിടെ സ്റ്റേ ചെയ്താലോ? നാളെ മടങ്ങാം. ഏയ്, അതൊന്നും പറ്റില്ല. ഇന്നൊരു 9 മണിക്ക് മുമ്പ് തിരിച്ച് ചന്ദ്രോത്തെത്തണം. നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? നമ്മളവിടെ എത്തുമ്പോ തന്നെ ഒരു നേരാവും. ഒട്ടും സമയം കിട്ടില്ല. ഉള്ള സമയമൊക്കെ മതി മോനെ. മീര, എന്താ ഇങ്ങനെ? വേണ്ട, നീ എത്ര കുണിങ്ങിയാലും നമ്മുടെ ചുറ്റിക്കളിയുടെ ലിമിറ്റ് അത്രേ ഉള്ളൂ. സ്റ്റേ പരിപാടിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഇതൊക്കെ വെറും സില്ലിയായി കാണുന്ന ഒരുപാട് പേര് നീ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ ഗണത്തിൽ കൂട്ടണ്ട. എന്തേ പിണങ്ങിയോ? ഈ കാര്യത്തിൽ നീ ഇത്തിരി പിണങ്ങിയാലും സാരമില്ല. ഇവളെ ഇനി അധികം നാൾ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഒഴിവാക്കും മുമ്പ് ഇവളെ അനുഭവിച്ച മതിയാവും. ഹലോ. യെസ്. എന്നോട് വഴക്കാക്കരുത്. പറഞ്ഞ നേരല്ലേ? അങ്ങനെ ഒരു പെണ്ണിനെയല്ലേ നിങ്ങൾ ആണുങ്ങൾ ആഗ്രഹിക്കുന്നത്? അതാണല്ലോ. ഈ മനസ്സിന്റെ നന്മയാണല്ലോ എന്നെ ഇങ്ങനെ നിന്റെ പിറകെ നടത്തിക്കുന്നത്. മീരയ്ക്ക് പകരം മീര മാത്രമേ ഉള്ളൂ. ഐ ലവ് യു മീര. ഹലോ, നീ എവിടെ എത്തിയോ? മീറ്റിംഗ് എപ്പോ കഴിയും? മീറ്റിംഗ് എത്ര നീളുന്നൊന്നും പറയാൻ പറ്റില്ല. ശമ്പളം കൂട്ടുന്ന ഡിമാൻഡില്ല ചർച്ച. അത് കുറച്ച് നീളാൻ സാധ്യതയുണ്ട്. രാത്രി ലേറ്റായിട്ട് എത്താൻ പറ്റുള്ളൂ. നീ ദേവികയെ വിളിച്ചോ? ഇറങ്ങാൻ നേരത്ത് വിളിച്ചു, കിട്ടിയില്ല. അവിടെ ചെന്നിട്ട് വിളിക്കണം. നീ ചെന്നിട്ട് വിളിക്ക. പിന്നെ പുതിയ ഗസ്റ്റ് എന്ത് പറയുന്നു? പോയില്ലല്ലോ? ഏയ്, ചായയുടെയും കഴിഞ്ഞ് ബീഡിയും വലിച്ച് കുത്തിയിരിക്കുന്നു.
അടി കിട്ടിയതൊന്നും ചോദിച്ചിട്ടില്ല. കൊണ്ട് കളയാൻ നോക്കിയതും അറിയാത്ത മട്ടിലെ ഇരിപ്പ്. അതൊക്കെ ചോദിച്ച് രാവിലെ വലിയ ബഹളമായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും പെരുമാറ്റത്തിൽ കണ്ടില്ല. ചമ്മലായിരിക്കും. ഇനി അതേക്കുറിച്ചൊക്കെ ചോദിച്ചാ പിന്നെ കിട്ടിയാലോ ഒന്ന് പേടി കാണും. ചിലപ്പോ ഇതോടെ ആള് വിട്ടുപോയേക്കും. എങ്കിൽ വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടിയേനെ. അമ്മയാണെങ്കിൽ ഒരു നിമിഷം സ്വൈരം തരുന്നില്ല. എടാ, ആന്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു മാരണം വീട്ടിൽ വന്ന് കയറിയാ ആർക്കായാലും വട്ടായി പോവില്ലേ? അത് നേരെ. എന്നാ ശരിയടാ, നീ ഡ്രൈവ് ചെയ്യല്ലേ? ശരിയടാ, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ബൈ.